ഇനി എറണാകുളത്ത് നിന്നുള്ളൊരു വാർത്തയിലേക്കാണ് പോകുന്നത്. എറണാകുളം ഇടക്കൊച്ചിയിലും കള്ളവോട്ട് ആരോപണം. ഇടക്കൊച്ചി അക്യുനാസ് കോളേജിലെ ബൂത്തിലാണ് കള്ളവോട്ട് നടന്നത്. കാളിയത്ത് വീട്ടിൽ കുഞ്ഞുമോളുടെ വോട്ട് മറ്റാരോ ചെയ്തെന്നാണ് ആരോപണം. വിശദാംശങ്ങളുമായി അബ്ദുൾ റഹീമാണ് കൊച്ചിയിൽ നിന്ന് ചേരുന്നത്. അബ്ദുൾ റഹീം, കള്ളവോട്ട് ചെയ്തത് ആര് എന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഈ ആളുകളുടെ വോട്ട് നഷ്ടമാകുമോ? എന്താണ് വിശദാംശങ്ങൾ? ഷിജോ, അക്നാസ് കോളേജിലാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുള്ളത്. കള്ളവോട്ട് രേഖപ്പെടുത്തുകയായിരുന്നു എന്നുള്ളതാണ്. അതായത് കാളിയത്ത് വീട്ടിൽ കുഞ്ഞുമോൾ വോട്ട് ചെയ്യാനായി പോളിംഗ് ബൂത്തിലേക്ക് എത്തിയപ്പോഴേക്കും തന്റെ വോട്ട് മറ്റാരോ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പോളിംഗ് ഓഫീസർ അറിയിച്ചതിനെ തുടർന്നാണ് പിന്നീട് പരിശോധനയൊക്കെ വന്നത്. ഏതായാലും ആരാണ് ഇങ്ങനൊരു കള്ളവോട്ട് ചെയ്തത് എന്നതിനെ സംബന്ധിച്ച് ഇതുവരെയും ഒരു വ്യക്തത വന്നിട്ടില്ല. പിന്നീട് ഇവർക്ക് ടെൻഡർ വോട്ട് നൽകുകയായിരുന്നു. ടെൻഡർ വോട്ട് നൽകിയാണ് മടക്കിയത്. ഏതായാലും ബൂത്ത് നമ്പർ 282 കള്ളവോട്ട് നടന്നതായി ഇപ്പോൾ ആരോപണം ഉയർന്നിട്ടുള്ളത്. കൂടാതെ നേരത്തെ പള്ളുരുത്തിയിലും കള്ളവോട്ട് ഉയർന്നിരുന്നു. ശ്രീ വെങ്കടേശ്വര സ്കൂളിൽ 152 നമ്പർ ബൂത്തിലാണ് കള്ളവോട്ട് നടന്നത്. പുളിക്കലെഴുത്ത് ജാസ്മിൻ എന്ന യുവതിയുടെ വോട്ട് മറ്റാരോ ചെയ്തു എന്നുള്ളതാണ്. ഇത് രണ്ടും തൃപ്പൂണിത്തുറ മണ്ഡലത്തിലാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. കൂടാതെ ഇപ്പോൾ ഇതുവരെയുള്ള കണക്കുകൾ പ്രകാരമാണെങ്കിൽ ജില്ലയിൽ, അതായത് എറണാകുളം ജില്ല പരിശോധിക്കുകയാണെങ്കിൽ ഏറ്റവും അധികം പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുള്ളത് തൃപ്പൂണിത്തുറ മണ്ഡലത്തിലാണ്. ആ മണ്ഡലത്തിൽ തന്നെയാണ് ഇത്തരത്തിൽ ഇപ്പോൾ കള്ളവോട്ട് ആരോപണം കൂടി ഉയരുന്നത്. ഏതായാലും ആരാണ് കള്ളവോട്ട് ചെയ്തത് എന്നതിനെ സംബന്ധിച്ച് ഇതിനോടകം തന്നെ പരിശോധന ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. ഏതായാലും കള്ളവോട്ട് തടയാനായി എല്ലാവിധ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട് എന്ന് പറയുമ്പോഴും ചിലയിടങ്ങളിലെങ്കിലും ഇത്തരത്തിൽ കള്ളവോട്ട് രേഖപ്പെടുത്തപ്പെടുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുക. ഏതായാലും എല്ലാ മണ്ഡലങ്ങളിലും, എറണാകുളത്ത് പൊതുവെയും എല്ലാ മണ്ഡലങ്ങളിലും തന്നെ കാര്യമായ രീതിയിൽ പോളിംഗ് ശതമാനം ഉയരുന്നുണ്ട്. ഇതിനോടകം തന്നെ പലയിടങ്ങളിലും 60-ന് മുകളിലേക്ക് പോളിംഗ് ശതമാനം ഇതിനോടകം എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഔദ്യോഗിക കണക്കുകൾ പ്രകാരം നമുക്ക് വ്യക്തമാകുന്നത്. ഷിജോ, അബ്ദുൾ റഹീമാണ് കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.